ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാര്, സൂഫിവര്യന്മാര്, സാദാത്തുക്കള്, ഈ പരിപാടിയിൽ പങ്കെടുത്ത് പുണ്യം കരസ്ഥമാക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള കാരണവന്മാര്, സഹോദരി സഹോദരന്മാര്, മുത്തഅല്ലിമുകള്, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു നമ്മിൽ നിന്നൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നാം എല്ലാവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഖാദിയാർ നമ്മെ വിട പറഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. വളരെ ദുഃഖത്തോടും വിഷമത്തോടും മാത്രമേ നമുക്കിന്നും ആ മഹാനെക്കുറിച്ച് ഓർക്കാൻ കഴിയുകയുള്ളൂ. നമ്മള് ആലങ്കാരികമായി പറയാറുണ്ട് ചിലരെ കുറിച്ച്, അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന്. ബഹുമാനപ്പെട്ട ഖാദിയാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ 100% ശരിയായിരുന്നു. മരണം വരെ വിശ്രമമില്ലാതെ ദീനിനു വേണ്ടി അവിശ്രമം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖവുമായി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി അവരുടെ വിഷമങ്ങൾ തീർക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, താൻ ഖാദിയായ മഹല്ലുകളിലെ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി ഓടി നടന്നിരുന്ന ബഹുമാനപ്പെട്ട ഖാദിയാർ, അദ്ദേഹം നമ്മെ വിട പറഞ്ഞിട്ടും നാം മനസ്സിൽ ഇന്നും വളരെ സജീവമായി ബഹുമാനപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ ഉഖ്റവിയായ പണ്ഡിതനായതുകൊണ്ടാണ്. അങ്ങനെയുള്ള സാലിഹികൾക്ക് മാത്രമേ, സജ്ജനങ്ങൾക്ക് മാത്രമേ ഇതുപോലെ ആളുകളുടെ മനസ്സിൽ ഇടം നേടാനും അവരുടെ ദുആ നേടിയെടുക്കാനും അവരുടെ സിയാറത്ത് നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഇന്നും നൂറുകണക്കിന് ആളുകളാണ്, പണ്ഡിതന്മാരും സാദാത്തുക്കളുമാണ് ബഹുമാനപ്പെട്ട ഖാദിയാരുടെ ഖബർ സിയാറത്ത് ചെയ്തത്, അവർക്ക് വേണ്ടി ഖത്തമോദിയത്, അവർക്ക് വേണ്ടി ദുആ ചെയ്തത്. ഇതെല്ലാം ഒരു വലിയ പണ്ഡിതന് മാത്രമേ, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ മഹാന് മാത്രമേ ഇത്തരം ഭാഗ്യം ലഭിക്കുകയുള്ളൂ. നാം ഖാദിയാരെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് മഹാനവറുകളുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ്. എപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്തും പുഞ്ചിരി തൂകുന്ന മുഖവുമായി ഏത് പ്രശ്നങ്ങളെയും ധൈര്യപൂർവ്വം നേരിട്ട് അതെല്ലാം മസ്ലഹത്താക്കി വളരെ നല്ല രീതിയിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിരുന്ന ഖാദിയാരുടെ കഴിവ് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല. മഹാനവറുകളുടെ വിനയം, മഹാന്മാരായ പണ്ഡിതന്മാർ ആലിമുകളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇൽമ് കൂടുന്തോറും അവർക്ക് വിനയം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ ശിഖിരം, ആ ശിഖിരത്തിൽ കൊമ്പില് ഫലങ്ങൾ കൂടി വരുമ്പോൾ, പഴങ്ങൾ കൂടി വരുമ്പോൾ ആ വൃക്ഷത്തിന്റെ കൊമ്പ് താഴോട്ട് താഴ്ന്നു വരും. അതുപോലെയാണ് ഒരു പണ്ഡിതൻ. ആ പണ്ഡിതന് ഇൽമ് വർദ്ധിക്കുന്തോറും വിനയം കൂടി വരികയും തവാലു കൂടി വരികയും ചെയ്യും. ഈ ഒരു വിനയത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ബഹുമാനപ്പെട്ട കൂട്ടായി ഖാദിയാർ. എന്റെ പ്രിയപ്പെട്ട പിതാവ് മർഹൂം ഓടക്കൽ ബാപ്പ മുസ്ലിയാരിൽ നിന്നാണ് ഞാൻ ആദ്യമായി കൂട്ടായി ഖാദിയെ കുറിച്ച് പരിചയപ്പെടുന്നത്. പിന്നീട്
അവർ തമ്മിലുള്ള ആത്മീയ ബന്ധം വളരെ മുമ്പ് തന്നെ എൻ്റെ ഉപ്പയും ഖാദിയാരും തമ്മിൽ വളരെ വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഖാദിയാരുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനുശേഷം ഖാദിയാരെ കൂടുതൽ അടുത്തറിയാനും ആ വ്യക്തിത്വത്തിന്റെ വലിപ്പം കൂടുതൽ അടുത്തറിയാനും എനിക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട കേരളത്തിൽ നാം ഇന്ന് കാണുന്ന ഇസ്ലാമിക തേജസ് ഇൽമിന്റെയൊക്കെ പിതാവായി നമ്മൾ വിശേഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരമ്പരയിൽപ്പെട്ട ഒരു മഹാപണ്ഡിതൻ തിരൂരങ്ങാടിയിൽ ഖാദിയായിട്ട് വരികയും അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ മലപ്പുറം ജില്ലയുടെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖാദിമാരായി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ പരമ്പരയിൽപ്പെട്ട മഹാനാണ് നമ്മുടെ മരണപ്പെട്ടു പോയ മർഹൂം കൂട്ടായ ഖാദി അബ്ദുള്ള കുട്ടി ഹാജി. ആ പരമ്പരയിൽപ്പെട്ട ഖാദിമാര് ഇന്നും മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖളാ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട ഖാദിയാരെ കുറിച്ച് ഓർക്കുമ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് ആ ഖാദിയാർ ഇവിടെ ഇട്ടേച്ചു പോയ വെളിച്ചം, ഖാദിയാർ ഇവിടെ വിതറിപ്പോയിട്ടുള്ള സുഗന്ധം, ഖാദിയാർ ഇവിടെ വിതറിപ്പോയിട്ടുള്ള പ്രകാശം, അത് അനുധാവനം ചെയ്യാൻ നാം ഒക്കെ തയ്യാറാവണം. മഹാനവറുകൾ ദീനിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു മരണം വരെ ചെയ്തത്. നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വളരെ തുച്ഛമായ ആയുസ് നാം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും ഒക്കെ പാത പിൻപറ്റി ബഹുമാനപ്പെട്ട ഖാദിയാർ കാണിച്ചു തന്ന മാതൃകയിലൂടെ ജീവിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരുപാട് പ്രസംഗങ്ങൾ നമുക്കിവിടെ കേൾക്കാനുണ്ട്. അതൊക്കെ കേട്ടതിന് ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.